മതിയായ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 18,62,500 രൂപ പുനലൂരിൽ റെയിൽവേ പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് മധുരൈ സ്വദേശി ഗോവിന്ദറാസുവാണ് കസ്റ്റഡിയിലായത്. ഞായറാഴ്ച പുലർച്ചെ കൊല്ലത്തേക്ക് വന്ന ചെന്നൈ എഗ്മോർ തീവണ്ടിയിൽ നിന്നാണ് പണവുമായി ഇയാൾ പിടിയിലായത്. റെയിൽവേ പോലീസ് സ്റ്റേഷൻ SHO PK പ്രദീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്ന ഗോവിന്ദറാസുവിന്റെ ശരീരത്തിൽ തുണിസഞ്ചി ഉപയോഗിച്ച് പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത്. 1 ലക്ഷം രൂപ വീതമുള്ള കെട്ടുകളായാണ് പണം സൂക്ഷിച്ചിരുന്നത്. ഗോവിന്ദറാസുവിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തെങ്കിലും പണവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ പൈസ തന്നെയാണോ? ക്യാഷ് നിങ്ങളുടെ തന്നെയാണോ? കല്യാണം നടത്താൻ വേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? മറ്റോന്നല്ലേ നമ്മൾ കൊപ്പും കൊടുത്തു അവരുടെ പഠിക്കാറുണ്ട്. അവരുടെ ആള് തന്നെ അതിന്റെ മോനോട് തന്നെ ആള് നിന്റെ നിന്നാ പോകും. ലൈറ്റ് കുറവ് പിന്നെ എൻ്റെ മൊബൈൽ ശരിയാക്കി മൊബൈൽ പോയായിരുന്നു. മൊബൈൽ മൊത്തം ഡിസ്പ്ലേ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പണവും കസ്റ്റഡിയിലെടുത്ത ആളെയും കോടതിയിൽ ഹാജരാക്കുമെന്നും SHO പറഞ്ഞു. ബഹുമാനപ്പെട്ട റെയിൽവേ SPയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ സർപ്രൈസ് ചെക്കിംഗ് നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തമിഴ്നാട് മധുരൈ സ്വദേശി ഗോവിന്ദരാജു എന്ന ആളുടെ കയ്യിൽ നിന്ന് ഇല്ലീഗൽ മണിയായ 18,62,500 രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. തുടർന്നും ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായ ചെക്കിംഗ് പുല്ലൂർ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ്. അതുമാത്രമല്ല, ഈ മണിയുടെ സോഴ്സിനെ പറ്റി ഞങ്ങളാണെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സോഴ്സിനെ പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CDR ഒക്കെ എടുത്ത് വെരിഫൈ ചെയ്ത് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.